നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അതിനൊരു ബ്രാൻഡ് നെയിം കണ്ടെത്തും. അതിനുശേഷം അതിനൊരു ലോഗോ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയാണ് പൊതുവെ നമ്മൾ ചെയ്യാറുള്ളത്. സോ ഇവിടെ ഞാൻ ChatGPT ഹെൽപ്പോടു കൂടി ഒരു നെയിം ക്രിയേറ്റ് ചെയ്തിട്ട് അതിനൊരു ലോഗോ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ തന്നെയാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ബട്ട് അതിൽ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ നെയിം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമ്മളൊരു കൺഫർമേഷൻ എടുക്കണം. അതായത് ലീഗലി ഈ നെയിം നമ്മൾക്ക് ബിസിനസ്സിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണെന്നുള്ള കൺഫർമേഷനാണ് എടുക്കേണ്ടത്. സോ ഞാൻ ChatGPTക്ക് ഈ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ട് എൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു നെയിം ഞാൻ ഫൈൻഡ് ഔട്ട് കണ്ടെത്തുകയാണ്. സോ ഇതാണ് ആ ഒരു പ്രോംപ്റ്റ്. ഓൾറെഡി ഞാനൊരു പേര് കണ്ടെത്തിയിരുന്നു, എങ്കിലും അതിനേക്കാട്ടി കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള നെയിം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ChatGPTയിൽ സെർച്ച് ചെയ്യുന്നത്. ആൻഡ് ChatGPT എനിക്ക് കുറച്ച് നല്ലധികം പേരുകൾ തന്നിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ തൽക്കാലം ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ഒരു ബിസിനസ് ഇതൊരു മോഡലാണ്. നിങ്ങളുടെ ബിസിനസ് എന്തോ ആയിക്കോട്ടെ, അത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണത്തിനാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഓക്കെ, ഡോർ ആൻഡ് കാർട്ട് എന്നായിരുന്നു ഞാൻ ആദ്യമേ ഡിസൈഡ് ചെയ്തെങ്കിലും അത് മാറ്റിയിട്ട് ChatGPT എനിക്ക് തന്ന ഡോർ ഫ്രഷ് എന്ന് പറയുന്ന ആ ഒരു സിമ്പിൾ വേർഡ് വെച്ചിട്ട് ഒരു ലോഗോയും കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് ഞാൻ കരുതുന്നത്. സോ ഓൾറെഡി ഞാൻ വെച്ച് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലോഗോയാണിത്. സോ സിംപ്ലി ഇതെങ്ങനെ ഒരു നല്ലൊരു ലോഗോ ആയിട്ട് കൺവേർട്ട് ചെയ്യാമെന്നുള്ള ലൈവ് പ്രൂഫാണ് ഞാൻ കാണിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. അഡോബിയുടെ ഇലസ്ട്രേറ്റർ എന്ന് പറയുന്ന പ്രൊഫഷണൽ സോഫ്റ്റ്വെയറിലാണ് നമ്മൾ ലോഗോ ഡിസൈൻ ചെയ്യുന്നത്. എന്തുകൊണ്ട് നമ്മളൊരു പ്രൊഫഷണൽ സോഫ്റ്റ്വെയറിൽ നമ്മളിതൊരു ലോഗോ ഡിസൈൻ ചെയ്യണമെന്നത്, അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണാം. മറ്റുള്ള ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ അല്ല നമ്മൾ പ്രൊഫഷണലായിട്ടുള്ള തന്നെ സോഫ്റ്റ്വെയറാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ പറയാൻ സിമ്പിളായിട്ട് ഒരു എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പാണ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. അതായത് എന്ന് പറയുന്ന ആ ഒരു ഡോർ ഫ്രഷ് എന്നുള്ള രീതിയിൽ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാരറ്റിൻ്റെ ഐക്കൺ ഇൻസേർട്ട് ചെയ്ത് അതിനെ ഇൻ്റർസെക്റ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ആൻഡ് ദെൻ അതൊരു ഡോർ ടു ഡെലിവറി ബിസിനസ് ആയതുകൊണ്ട് തന്നെ, ഒരു ഗ്രോസറി ഡെലിവറി ബിസിനസ് ആയതുകൊണ്ട് തന്നെ നമ്മളതിനൊരു ബാഗിൻ്റെ ഒരു ഷേപ്പും കൂടി ബിൽഡ് ചെയ്തെടുക്കുകയാണ്. സോ ഇതാണ് നമ്മുടെ ഒരു ക്രിയേറ്റീവ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മുടെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് വർക്കൗട്ട് ചെയ്തിരുന്നു. ദെൻ അതിനുശേഷം ക്ലയൻറ്റിൻ്റെ ചേഞ്ചസ് അനുസരിച്ച് കുറേയധികം ചേഞ്ചസ് വന്നു. സോ അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു എനിക്കതൊരു ഗൈഡൻസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് ഹെൽപ്പ് ആകുമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഫ്രണ്ട് ഓൾറെഡി ആ ബിസിനസ് ചെയ്യുന്നുണ്ട്, റണ്ണിങ് സക്സസ്ഫുള്ളി ആണ്. നമ്മൾ ഈ ഒരു ബിസിനസ് ഇവിടെ ജസ്റ്റ് ലോഗോയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പേര് മാത്രം കാണിക്കുന്നത് മാത്രമല്ല, ആ ബിസിനസ് എങ്ങനെ റൺ ചെയ്യാം, സോഷ്യൽ മീഡിയയിൽ അതിനെങ്ങനെ നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്താം തുടങ്ങിയ കാര്യങ്ങളും ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോസിൽ വരുന്നതാണ്. ഇവിടെ ജസ്റ്റ് ഞാൻ ലീഗലി നമ്മുടെ നെയിം കറക്റ്റ് ആണോ ആപ്റ്റ് ആണോ എന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രേഡ് മാർക്ക് റിസർച്ചും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയാസിലും നമുക്ക് ആ പേര് കണ്ടെത്താം, ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. സോ ഞാൻ കുറച്ച് ഫാസ്റ്റാക്കുവാണ്. നമ്മൾ പ്രൊഫഷണലി നമ്മളൊരു ലോഗോ ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ദെൻ അതിന് ശേഷമാണ് നമ്മൾ പേരിലേക്ക് പോകുന്നത്. ഓക്കെ, സോ നമ്മുടെ ഒരു ഐക്കൺ ബേസ് ആയിട്ടുണ്ട്. ഈ ഒരു ഐക്കൺ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തത് എന്തിനാണെന്ന് തുടങ്ങിയ കാര്യങ്ങൾ, ലോഗോ ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള ഒരു പേരിലൊരു വീഡിയോ നമ്മൾ പുറകെ വരുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ ശ്രമിക്കുക. നമ്മൾ ഈ ഒരു ഡോർ ഫ്രഷ് എന്ന് പറയുന്ന ഈ ഒരു പേര്, ഈ ഒരു നെയിമാണ് നമ്മുടെ ബ്രാൻഡ് നെയിമായിട്ട് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. സോ ഈ നെയിം നമുക്ക് ട്രേഡ് മാർക്ക് ലിസ്റ്റഡ് ആണോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും ഈ ബിസിനസ് ചെയ്യുന്നുണ്ടോ, ഇതേ പേരിലുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യമേ അന്വേഷിക്കേണ്ടത്. ഏതൊരു ബിസിനസ്സുകാരനും ചെയ്യേണ്ട ഒരു കാര്യമാണ് തുടങ്ങാൻ പോകുന്ന ബിസിനസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന നെയിം മറ്റൊരാൾ യൂസ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യത്തിൽ ആദ്യമേ ഉറപ്പ് വരുത്തണം. അല്ലാന്നുണ്ടെങ്കിൽ ഭാവിയിൽ അതിനെപ്പറ്റി ലീഗലായിട്ടുള്ള ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട്. സോ ഞാനിവിടെ പ്രൊസീഡ് ചെയ്യുവാണ്. നമുക്ക് വേണ്ട ലോഗോ നമ്മളിവിടെ ഫിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെയിം സെർച്ചിലേക്ക് പോകാം. ഈ പേരുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഞാൻ ഇപ്പോഴും ഉറപ്പ് വരുത്തിയിട്ടില്ല. സോ IBindia.gov.in എന്ന് പറയുന്ന സൈറ്റിലാണ് നമ്മൾ ട്രേഡ് മാർക്ക് റിസർച്ച് നടത്തുന്നത്. ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ട്രേഡ് മാർക്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാം. ഓക്കെ, അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് നേരെ താഴെ ഈ ട്രേഡ് മാർക്സ് ഇത് താഴെയായിട്ട് നിങ്ങൾക്ക് റിലേറ്റഡ് ലിങ്ക്സ് കാണാം. അവിടെ പബ്ലിക് സെർച്ച് ഉണ്ട്. ഓക്കെ, ജസ്റ്റ് യെസ് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്കൊരു വിൻഡോ ഓപ്പണായി വരും. അവിടെ നമ്മുടെ വേർഡ് മാർക്കിന് നമ്മൾ
നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന നെയിം എന്താണെന്നുള്ളത് അവിടെ സെർച്ച് ചെയ്യുക. ദെൻ അതിനുശേഷം നമ്മുടെ ബിസിനസ് ഏത് ക്ലാസ്സിലാണെന്നുള്ളത് നമ്മൾ അവിടെ കൊടുക്കണം. അതായത് കുറേയധികം ക്ലാസ്സസ് ഉണ്ട്. ആ ക്ലാസ്സസിൽ ഏത് ക്ലാസ്സിലാണ് നമ്മുടെ ബിസിനസ് വരുന്നത് എന്നുള്ളത് നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. ഈ ഒരു PDF ഫയലിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് മാത്രമല്ല, ഇതല്ലാതെ ഇതിൽ കൂടുതൽ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവ ജസ്റ്റ് നിങ്ങളതൊന്ന് ഗൂഗിൾ ചെയ്ത് കണ്ടെത്തിയാലും മതി. അതായത് ഓൺലൈൻ ഗ്രോസറി ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ് ഇതിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടുള്ള എനിക്ക് കുറച്ച് പഴയ PDF ആണ് തോന്നുന്നത്. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യും. വേറെ ഏതെങ്കിലും ക്ലാസ് ഉണ്ടോ, കാര്യം ഞാൻ ക്ലാസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് ഒന്നുകൂടി ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ക്ലാസ് 39 ആൻഡ് ക്ലാസ് 35 ആണ് നമുക്ക് നമ്മൾ ചെയ്യുന്ന ബിസിനസ്, അതായത് ഓൺലൈൻ ഗ്രോസറി ഡെലിവറി എന്നുള്ള ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് ക്ലാസ് 35 ക്ലാസ് 39 ആണ് വരുന്നത്. സോ നമ്മൾ ആ ക്ലാസ് വെച്ചിട്ട് സെർച്ച് ചെയ്യണം. അപ്പോൾ നമ്മുടെ പേര് സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ 2 ക്ലാസ്സിൽ സെർച്ച് ചെയ്യണം. 35 എന്ന ക്ലാസ്സിൽ സെർച്ച് ചെയ്യണം, 39 എന്ന ക്ലാസ്സിലും നമ്മൾ സെർച്ച് ചെയ്യേണ്ടതുണ്ട്. സോ ഞാൻ ഇവിടെ ക്യാപ്ചർ ടൈപ്പ് ചെയ്യണം. 35 എന്ന ക്ലാസ്സിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഓൾറെഡി ഡോർ ഫ്രഷ് എന്ന് പറയുന്ന നെയിം രജിസ്റ്റേർഡ് ആണ്. സോ നമുക്ക് ആ പേര് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഓൾറെഡി 35 രജിസ്റ്റേർഡ് ആണെങ്കിൽ 39 നോക്കേണ്ട കാര്യമില്ല. സോ ഞാൻ വീണ്ടും ChatGPT പോയിട്ട് അടുത്ത ഒരു പേര് എടുക്കുവാണ്. ആ പേര് ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യുവാണ്. 35 തന്നെയാണ് സെർച്ച് ചെയ്യുന്നത്. ഡോർ ഫ്രഷ് എന്ന പേരിന് പകരം ഡോർ ബാസ്ക്കറ്റ് എന്നുള്ള നെയിമാണ് ഞാൻ സെർച്ച് ചെയ്യുന്നത്. ദെൻ എഗെയിൻ ഞാൻ ക്യാപ്ചർ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ സെർച്ച് കൊടുക്കുകയാണ്. നോക്കുമ്പോൾ 35 എന്ന ക്ലാസ്സിൽ ഡോർ ബാസ്ക്കറ്റ് ഇല്ല. സോ നമുക്ക് 39 എന്ന് പറയുന്ന ക്ലാസ്സിലും കൂടി നോക്കേണ്ടതായിട്ടുണ്ട്. സോ ഞാൻ എഗെയിൻ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുവാണ്. 39 എന്ന ക്ലാസ്സിൽ ഡോർ ബാസ്ക്കറ്റ് എന്ന നെയിം ഞാൻ എഗെയിൻ സെർച്ച് ചെയ്യുവാണ്. വീണ്ടും ക്യാപ്ചർ കൊടുത്തതിന് ശേഷം സെർച്ച് ചെയ്യുമ്പോൾ ഓൾറെഡി ഡോർ ബാസ്ക്കറ്റും ഉണ്ട്. സോ ഞാൻ അടുത്ത ഒരു പേര് ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്ന് കരുതുന്നു. ഡോർ ബസാറൊക്കെ ഓൾറെഡി ഉണ്ടാവും. സോ ഡോർ ഗ്രോസറി എനിക്ക് തോന്നുന്നത് നല്ലൊരു പേരാണ്, പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പേരാണ്. സോ ഞാൻ ഡോർ ഗ്രോസറി എന്നുള്ള പേര് 35 എന്ന ക്ലാസ്സിൽ എഗെയിൻ ഞാൻ സെർച്ച് ചെയ്യുവാണ്. അവിടെ ഞാൻ വീട്ടിൽ ക്യാപ്ചർ കൊടുക്കുന്നു. എഗെയിൻ ഞാൻ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. ഞാൻ സെർച്ച് കൊടുക്കുന്നു. സോ 35 എന്ന ക്ലാസ്സിൽ ഡോർ ഗ്രോസറി എന്ന് പറയുന്ന വേർഡ് രജിസ്റ്റേർഡ് അല്ല, ആ ബിസിനസ് രജിസ്റ്റേർഡ് അല്ല. സോ ഞാൻ 39 എന്ന് പറയുന്ന കാറ്റഗറിയിൽ ആ ഒരു ക്ലാസ്സിൽ പോയി സെർച്ച് ചെയ്യുവാണ്. ഇവിടെയും ഈ ഒരു കാറ്റഗറിയിലും കൂടി ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്കത് കൺഫേം എനിക്കത് എടുക്കാം. സോ ഈ പേര് എനിക്ക് എടുക്കാം, കാര്യം അത് ലീഗലി രജിസ്റ്റേർഡ് അല്ല. സോ ഡോർ ഗ്രോസറി എന്നുള്ള പേരാണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്യുന്നത്. ഡോർ ഫ്രഷ് മാറ്റുന്നു, ഡോർ ഗ്രോസറി എന്നാക്കുന്നു. ഓക്കെ, ഇറ്റ്സ് എ നൈസ് നെയിം. കുറച്ച് ലെങ്തി ആണെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ ലെങ്തിനനുസരിച്ച് നമ്മുടെ ലോഗോൻ്റെ സ്റ്റൈൽസ് ഒന്ന് മാറ്റേണ്ടി വരും. അതായത് വേറൊന്നുമല്ല, റെസ്പോൺസീവ് സ്റ്റൈൽ. അതായത് പ്രൈമറി എന്നും സെക്കൻഡറി എന്നും നമ്മൾ ഇതിനെ പറയും. അതായത് നമുക്ക് പലയിടങ്ങളിലും പല രീതിയിൽ ലോഗോസ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഉദാഹരണം സ്റ്റാർബക്സിൻ്റെയോ KFCയുടെ ഒക്കെ ലോഗോസ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം. സോ നമ്മളിപ്പോൾ ഇവിടെ സിമ്പിളായിട്ടുള്ളൊരു ലോഗോ കാണിക്കുന്നു, അത്ര പ്രൊഫഷണലായിട്ടല്ല എങ്കിലും നമുക്ക് മാക്സിമം ഈ ഒരു ടൈമിൽ കാണിക്കാൻ പറ്റുന്ന വളരെ സ്പീഡായിട്ടുള്ള രീതിയിലാണ് നമ്മളിത് കാണിക്കുന്നത്. കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് നമ്മൾ ലോഗോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എക്സ്പേർട്സാണ്. സോ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കൊരു ബിസിനസ് ഒരു ഡേ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും. ലീഗൽ ടേംസ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. അതിനുശേഷം ഇനി ഈ ഒരു ബിസിനസ്സിനെ നമുക്ക് എങ്ങനെ വർക്കൗട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിനി അടുത്ത നോക്കാൻ പോകുന്നത്. അതായത് ഇതിന് വേണ്ടിയിട്ട് ബ്രോഷേഴ്സ്, ഫ്ലയേഴ്സ്, മാർക്കറ്റിങ്, സോഷ്യൽ മീഡിയ അക്കൗണ്ട് ക്രിയേഷൻസ്, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു പ്രൈമറി ലോഗോ ചെയ്തിട്ടുണ്ട്, ദെൻ സെക്കൻഡറി ലോഗോ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫയൽസ് എക്സ്പോർട്ട് ചെയ്യാനുണ്ട്. എന്തൊക്കെ ഫയൽസാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത്, ഏതൊക്കെ ടൈപ്പ് കളർ വേരിയൻസ് നമ്മൾ കീപ്പ് ചെയ്യണം, ഒരു ലോഗോയുടെ പ്രൊഫഷണലി നമ്മൾ എങ്ങനെയാണ് അത് നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യേണ്ടത്, ലോഗോസ് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ തരുന്നതാണ്. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ലോഗോ എന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.